ഞാൻ ഈ ഒരു വോയിസിൽ ഡയറക്റ്റ് സെല്ലിങ്ങും ട്രഡീഷണൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാം. പ്രത്യേകിച്ചും പുതിയ ആളുകൾക്കൊക്കെ ഉപകാരമാകും. ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരും പരസ്യക്കാരും ഉണ്ട്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ ഈ രണ്ട് വിഭാഗങ്ങളെയും മാറ്റിവെക്കുന്നു. ആ രണ്ട് വിഭാഗത്തിനും ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ചെലവഴിക്കേണ്ട പണം ഇവിടെ അവർക്ക് കൊടുക്കാതെ ഈ രണ്ട് വിഭാഗങ്ങളെയും മാറ്റിവെച്ചിട്ട് ഒഴിവാക്കിയിട്ട് ഈ പ്രൊഡക്ട്സിനെ വാങ്ങി ഉപയോഗിക്കുകയും അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്ത ക്രൈറ്റീരിയകൾ വെച്ചിട്ട് അവർക്ക് തന്നെ തിരിച്ചു നൽകുന്ന ഒരു സമ്പ്രദായമാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലുള്ളത്. ഒന്നുകൂടി വിശദമാക്കി പറയുകയാണെങ്കിൽ, ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ നമ്മുടെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത് ഒരുപാട് ഇടനിലക്കാരിലൂടെയാണ്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങുന്നത് എവിടുന്ന ഒരു റീറ്റെയിൽ ഷോപ്പ് എന്നായിരിക്കും. റീറ്റെയിലർ ഷോപ്പ് ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് വാങ്ങും. ഹോൾസെയിലർ ഏതെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഏജന്റുകളിൽ നിന്ന് വാങ്ങും. അവർ വേറെ ഏതെങ്കിലും ഏജൻസികളിൽ നിന്ന് വാങ്ങും. പിന്നെ ഇതിങ്ങനെ ഒരു 3-4 തട്ടുകളായിട്ടാണ് ഇത് മാനുഫാക്ചറുടെ കയ്യിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് ഒരു എൻഡ് യൂസറുടെ കയ്യിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നത്. ഒരു ഫോർ എക്സാമ്പിൾ ഒരു 35 അല്ലെങ്കിൽ 40 റുപ്പീസ് മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്ക് 100 റുപ്പീസ് ആവും. ഇതിന്റെ ഇടയിൽ വരുന്ന 60 to 65 റുപ്പീസ് പോകുന്നത് ആർക്കാണ്? ഈ പറയുന്ന ഇടനിലക്കാർക്കാണ്. അതിന്റെ കൂടെ തന്നെ പരസ്യക്കാർക്കും. പരസ്യക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് നമ്മൾ നേരിട്ട് കണ്ടാൽ നമ്മൾ വാങ്ങുന്നതിലപ്പുറം ആ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റികൾ ഉണ്ടാവും. ഇപ്പോൾ കാവ്യ മാധവന് അല്ലെങ്കിൽ ഐശ്വര്യ റായ്, പിന്നെ ഷാറൂഖ് ഖാൻ, മോഹൻലാൽ, മമ്മൂട്ടി പോലെയുള്ള സെലിബ്രിറ്റികൾ ഒരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി അത് മീഡിയ വഴി നമ്മുടെ കയ്യിൽ നമ്മൾ കണ്ട് ജനങ്ങൾ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി പോകുന്നു. പലപ്പോഴും നമുക്കറിയാം അതിൽ ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത്. പലപ്പോഴും പല നടന്മാരും എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം ഇതാണ്, എന്റെ എന്റെ ശക്തിയുടെ സ്രോതസ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതും യാഥാർത്ഥ്യം തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ ആർക്കൊക്കെ പണം പോകുന്നുണ്ട്? ഒരു സെലിബ്രിറ്റിക്ക് ക്യാഷ് കൊടുക്കണം, അതുപോലെ തന്നെ മീഡിയക്ക് ക്യാഷ് കൊടുക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ പിന്നെ അഡ്വർടൈസിങ് ഏജൻസികൾ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 35 രൂപ മാനുഫാക്ചറിങ് കോസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ് 100 റുപ്പീസിന് നമ്മൾ വാങ്ങുമ്പോൾ ഇതിന്റെ ഇടയിൽ വരുന്ന 60-65 രൂപ പോകുന്നത് ഈ പറയുന്ന ഇടനിലക്കാർക്കും പരസ്യക്കാർക്കുമാണ്. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗിൽ ഇപ്പോൾ മോഡിക്കേറിന്റെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പേസ്റ്റോ സോപ്പോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഒരു പരസ്യത്തിലോ ഒരു ടിവിയിലോ ഒരു മീഡിയയിലോ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ വേറെയുള്ള ഷോപ്പുകളും നമുക്ക് കാണാൻ കഴിയില്ല. അത് കമ്പനി ഡയറക്റ്റ് ഇട്ടു ഒരു ആ പ്രൊഡക്റ്റിനെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളായ നമ്മളെപ്പോലുള്ള സാധാരണ കയ്യിലേക്ക് എത്തുക. നമ്മൾ കാരണമാണ് ഈ പ്രൊഡക്റ്റ് മറ്റുള്ളവർ അറിയുന്നത്. കാരണം ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് എനിക്കുണ്ടായ സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എന്ത് സംഭവിക്കും? പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടായിരിക്കും. കാരണം ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പ്രൊഡക്റ്റ് ഞാൻ അറിയുന്ന ആളുകളിലേക്കാണ് ഞാൻ ഇത് ആദ്യം ഷെയർ ചെയ്യല്ലേ. ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ കുടുംബക്കാർക്ക്, എന്റെ അയൽവാസികൾക്ക്, എന്റെ സുഹൃത്തുക്കൾക്ക്, ഇവർക്കൊക്കെ ഞാൻ ഇത് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഈ പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ, ഈ പ്രൊഡക്റ്റിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ ഇത് ഷെയർ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്ക് നിർബന്ധിതമാണ് നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ്, ഒരു ജെന്യൂനായ നല്ല കമ്പനികളാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പം ഈ പറയുന്ന പരസ്യക്കാരെയും ഇടനിലക്കാരെയും ഒഴിവാക്കി കമ്പനി എന്ത് ചെയ്യുന്നു? ഈ പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്ന നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക്, ഈ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾക്ക് തന്നെ തിരിച്ചു നൽകുകയാണ് ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതാണ് ശരിക്കും ഡയറക്റ്റ് സെല്ലിംഗും ട്രഡീഷണൽ മാർക്കറ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രോയിങ് അപ്ലൈ ലേഡീസിനോടോ അല്ലെങ്കിൽ എന്നോടോ പേഴ്സണലായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.